കൺമണി അൻപോട് കാതലൻ ഞാൻ എഴുതും ഘടിതമേ. ഈ പാട്ട് നമ്മളിൽ പലർക്കും അത്രമേൽ പ്രിയപ്പെട്ടതാണ് അല്ലേ? പാട്ടിന്റെ ഭൂരിഭാഗവും ഷൂട്ട് ചെയ്തിരിക്കുന്നത് ഒരു ഗുഹയിലാണെന്ന് നമുക്ക് കാണാൻ കഴിയും. 1991 തിയേറ്ററുകളിൽ ഇറങ്ങിയ ഗുണ എന്ന സിനിമ. അന്നുവരെയും ഒരു ഈച്ച കുഞ്ഞു പോലും എത്തിപ്പെടാതിരുന്ന ഗുണ എന്ന ഈ ഗുഹ അറിയപ്പെട്ടു തുടങ്ങിയതും പിന്നീട് ഒരുപാട് ആളുകൾ ഇങ്ങോട്ടേക്ക് എത്തിച്ചേർന്നതും ഗുണ എന്ന ഈ സിനിമ ഇറങ്ങിയതിനു ശേഷമാണ്. ഡെവിൾസ് കിച്ചൺ എന്നും അറിയപ്പെടുന്ന ഈ ഗുഹയുടെ തലവര മാറ്റിയത് 2006 ഇവിടെ എത്തിയ കുറച്ച് ചെറുപ്പക്കാരാണ്. ആ ചെറുപ്പക്കാരുടെ ജീവിതം സിനിമയാക്കി മാറ്റി ഇന്ന് തിയേറ്ററുകളിൽ റിലീസായ മഞ്ഞുമൽ ബോയ്സ് പ്രേക്ഷക ശ്രദ്ധയും അവരുടെ കയ്യടിയും നേടിക്കഴിഞ്ഞു. ഇനി നമുക്ക് എന്താണ് ഗുഹ കാണാൻ പോയ ആ യഥാർത്ഥ ചെറുപ്പക്കാർക്ക് സംഭവിച്ചതെന്ന് ഒന്ന് നോക്കാം. മനിതർ ഉണർന്നുകൊള്ള ഇത് മനിത കാതൽ അല്ല. എനിക്ക് അവനെ കൊണ്ടുപോയേ പറ്റൂ, ഒന്നെങ്കിൽ ജീവനോടെ അല്ലെങ്കിൽ ആ ബോഡിയെങ്കിലും. ഒരു കൊടുംകാട്, അവിടെ 3 വലിയ കൂറ്റൻ പാറകൾ, ഇതിന്റെ ഇടയിലൂടെ നിലവറ പോലെ ഉള്ളിലേക്ക് പോകുന്ന ഇരുട്ടുമൂടിയ വവ്വാലുകളുടെ കരച്ചിൽ നിറഞ്ഞ ഒരു ഗുഹ, ഗുണഗുഹ. അതാണ് ആ ചെറുപ്പക്കാരുടെ ജീവിതം മാറ്റിമറിച്ചത്. കണക്കുകൾ പ്രകാരം 13 പേരുടെ ജീവനെടുത്ത അതിഭയാനകരമായ ഗുഹയാണ്. എന്നാൽ അതിഭീമമായ ഈ പാറകൾക്കിടയിലെ പേടിപ്പെടുത്തുന്ന ഗുഹയിൽ ജീവന് വേണ്ടി മല്ലടിച്ച് തിരിച്ചു വന്ന ഒരേ ഒരാളേ ഉള്ളൂ. കൂട്ടത്തിലെ ഒരാളായ സുഭാഷ് ആയിരുന്നു. അയാളെ രക്ഷിക്കാനൊപ്പം നിന്ന ശശീന്ദ്രനും കൂട്ടുകാരുമാണ് ഇവിടുത്തെ ഹീറോസ്. 2006 6 ചെറുപ്പക്കാർ ഗുണ കേവ് എക്സ്പ്ലോർ ചെയ്യാനായി എത്തിയത്. അതിനിടയിൽ അവരിൽ ഒരാൾക്ക് അപ്രതീക്ഷിതമായി ഒരു അപകടം സംഭവിക്കുകയായിരുന്നു. സുരക്ഷിത ഭാഗത്തേക്ക് ഓരോരുത്തരായി കടന്നു പോകുമ്പോൾ തിരിഞ്ഞു നോട്ടത്തിൽ കൂടെയുള്ള ഒരാളെ കാണാതാവുകയാണ്. അയാൾ കാലുവഴുതി ഇരുട്ടുമൂടിയ ആ ഗുഹയിലേക്ക് വീഴുകയാണ്. എവിടെയാണെന്നോ എന്താണെന്നോ അറിയാതെ, ഒരു ശബ്ദം പോലും മനസ്സിലാക്കാൻ കഴിയാതെ കൂട്ടുകാർ പുറത്ത് പരിഭ്രാന്തരാകുകയാണ്. ഇത്രയും വലിയൊരു ഗുഹയിൽ മുകളിൽ നിന്നും വീണ സുഭാഷിന്റെ അവസ്ഥ ഇപ്പോൾ എന്താണെന്ന് മനസ്സിലാക്കാൻ കൂടി അവർക്ക് കഴിയുന്നില്ല. ഇതറിഞ്ഞ് സംഭവ സ്ഥലത്തെത്തിയ പോലീസുകാരും ഫയർഫോഴ്സും ഒറ്റക്കെട്ടായി പറയുന്നത് ഒന്നു മാത്രം: ഇവിടെ വീണ ഒരാളും തിരികെ ജീവനോടെ വന്നിട്ടില്ല എന്നാണ്. അതിനർത്ഥം ഞങ്ങളുടെ സുഹൃത്തു മരിച്ചുപോയി എന്നാണോ? പോലീസുകാരുടെ ആ വാക്കുകൾ കേട്ട് മടങ്ങിപ്പോകാൻ അവർ തയ്യാറായില്ല. പകരം എന്തായാലും ഈ കൂട്ടുകാരനെ കൊണ്ടല്ലാതെ നാട്ടിലേക്ക് പോകില്ല എന്ന് ഉറ്റ സുഹൃത്തുക്കൾ ഒരുമിച്ച് തീരുമാനമെടുക്കുകയായിരുന്നു. എത്ര റിസ്ക് എടുത്തായാലും അവനെ നമ്മൾ ഇവിടെ നിന്ന് കൊണ്ടുപോവുക തന്നെ ചെയ്യും. എല്ലാവരും ഒരുപോലെ റെഡിയായി ആ കൂട്ടുകാരനെ രക്ഷിക്കുന്നതിനായി. എന്നാൽ അയാളെ പൊക്കിയെടുത്ത് ജീവനോടെ കൊണ്ടുവരാനുള്ള ആ ഒരു നിയോഗം ലഭിച്ചത് ശശീന്ദ്രൻ എന്ന ആ സുഹൃത്തിനായിരുന്നു. പുറത്തറിഞ്ഞാൽ ഇത് വലിയൊരു പ്രശ്നമാകുമെന്ന് മനസ്സിലാക്കിയ ഈ 22 വയസ്സുള്ള 6 ചെറുപ്പക്കാർ അത് പുറം ലോകത്തെ അറിയിക്കാനായി ശ്രമിച്ചില്ല എന്നതാണ് സത്യം. വീട്ടുകാരായാലും നാട്ടുകാരായാലും പരിഭ്രാന്തരാകുമെന്നും ഇത് മറ്റെന്തെങ്കിലും പ്രശ്നത്തിലേക്ക് വഴിതെളിക്കുമെന്നും അവർക്ക് മനസ്സിലായി. എന്നാൽ ഇത് നേരിട്ട് കണ്ട നാട്ടുകാരിൽ ഒരാളാണ് ഈ സംഭവം പുറത്തറിയാനായി കാരണമായത്. അതുവഴി ഇത് പിന്നീട് ഒരുപാട് ആളുകളിലേക്ക് എത്തുകയും പിന്നീട് അത് മീഡിയ ഏറ്റെടുക്കുകയുമായിരുന്നു. അത്തരത്തിൽ ഒരു 6 ചെറുപ്പക്കാരുടെ ട്രൂ സ്റ്റോറി അടിസ്ഥാനമാക്കിയുള്ള ഒരു സിനിമയാണ് ഇപ്പോൾ തിയേറ്ററുകളിൽ പ്രേക്ഷകരുടെ മനം കവർന്ന മഞ്ഞുമൽ ബോയ്സ്. സുഭാഷായി ശ്രീനാഥ് ബാസി വളരെ നല്ല പ്രകടനം തന്നെ കാഴ്ചവെച്ചു എന്നാണ് പ്രേക്ഷകരുടെ പ്രതികരണം. ഒപ്പം സുഭാഷിന്റെയും. ഇതിലെ ഓരോ കഥാപാത്രങ്ങളും അവരായി അഭിനയിക്കുകയല്ലായിരുന്നു, പകരം ഓരോരുത്തരുമായി ജീവിക്കുകയായിരുന്നു എന്നാണ് യഥാർത്ഥ നായകന്മാർക്ക് പറയാനുള്ളത്. ഇന്നലെ ഇറങ്ങിയ സിനിമ കാണാനായി വലിയൊരു താരനിരയാണ് തിയേറ്ററുകളിൽ ഒത്തുകൂടിയത്. ഇത്രയധികം യുവ താരനിരകൾ തിയേറ്ററുകളിൽ ഒത്തുകൂടിയ മറ്റൊരു സിനിമ ഈ അടുത്ത ഇടയ്ക്കൊന്നും ഉണ്ടായിട്ടില്ല എന്ന് നമുക്ക് പറയാം. എന്തായാലും ഒരു ദിവസം പിന്നിടുമ്പോൾ തന്നെ സിനിമയുടെ ലെവൽ മാറുകയാണ്. ഇനി അങ്ങോട്ട് എന്താകുമെന്ന് പറയേണ്ടതില്ല. കാരണം ഈ വർഷം ഇറങ്ങിയ മികച്ച സിനിമകളിൽ ഒന്നായി തന്നെ മഞ്ഞുമൽ ബോയ്സ് മാറുകയാണ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്കെത്താൻ ABC TV സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ അമർത്തുക.